അതെ, തമിഴ്നാടിനെ കടത്തിവെട്ടാൻ കേരളവും പൂക്കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ദേശമനം ഗ്രാമപഞ്ചായത്തിലെ ഒരു 1.5 ഏക്കറിൽ വരുന്ന ഒരു അടിപൊളി പൂക്കൃഷി തോട്ടത്തിലാണ്. ഈ 1.5 ഏക്കർ കൃഷി നോക്കി നടത്തുന്ന ചേച്ചി നമ്മളിന്ന് പരിചയപ്പെടുന്നുണ്ട്. നിങ്ങൾക്കൊരു പൂക്കൃഷി തോട്ടം നടത്താനുള്ള എല്ലാ സംശയവും ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ ഓമൻ ചേച്ചി. ചേച്ചിയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയോ? എൻ്റെ വീട് ദേശമംഗലം കൊണ്ടയൂരെന്ന് പറയും. എൻ്റെ പേര് ഓമന. ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമാണ്. ഏത് കൂട്ടായ്മ? ഇത് സിൻസില ജയൽജി ഒരു കൂട്ടായ്മ. പക്ഷെ ഇത് നോക്കി നടത്തുന്ന ചേച്ചിയാണ്. അതെ. ഇതിപ്പോ തൃശ്ശൂർ ജില്ലയിലെ ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന് ഉള്ളിലാണുള്ളത്. ഇത് ഒരു 1.5 ഏക്കറിലാണ് ചെയ്തത് അല്ലേ ചേച്ചി? അതെ, 1.5 ഏക്കറില്. ഇവിടെ ഇപ്പൊ എന്തൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ട്? ഇവിടെ ചെണ്ടുമല്ലി, കുറച്ച് പച്ചക്കറിയും ചെയ്തിട്ടുണ്ട്. പച്ചക്കറി, അതായത് മഞ്ഞ ചെണ്ടുമല്ലിയും ഓറഞ്ച് ചെണ്ടുമല്ലി. ഇത് മൊത്തം എത്ര ഏക്കറിലാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഞങ്ങളിത് 1.5 ഏക്കറിലാണ് ചെയ്തിരിക്കുന്നത്. 1.5 ഏക്കറിലാണ്. 1.5 ഏക്കർ മൊത്തം പൂ തന്നെയാണോ? അല്ല, അതിൽ കുറച്ച് പച്ചക്കറി ഉണ്ട്. ചെറിയ പച്ചക്കറിക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ചെയ്തിട്ടുള്ളത്? അതായത് ഇപ്പൊ എന്തൊരു ഐഡിയയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്? ഇത് ഞങ്ങൾ സാധാരണ പച്ചക്കറിയും നെല്ലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കൃഷിഭവനിൽ ചെന്ന് നോക്കുമ്പോ അവര് ചോദിച്ചു, ഞാൻ കൃഷിഭവനിലൊക്കെ നല്ല അറിയുന്ന ആൾക്കാരാണ്. അവരെന്നോട് ചോദിച്ചു, ഓമന ചേച്ചി കുറച്ച് ചെണ്ടുമല്ലി ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഐഡിയയിൽ ഈ ഒരു ഭൂമി വേനൽക്കാലത്ത് നിരത്തി കിടക്കുന്ന ഒരു ഓർമ്മ ഉണ്ടായിരുന്നു. അത് ചോദിച്ചാൽ കിട്ടും എന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൽ ചോദിച്ചപ്പോ അവര് തരാന്ന് പറഞ്ഞു ഉടമസ്ഥൻ. അപ്പൊ ഈ ചെടികളൊക്കെ ഇറക്കുന്നത് അത് കൃഷിഭവൻ ഇറക്കി തരാന്ന് പറഞ്ഞു. അപ്പൊ അതിനെങ്ങനെ ഒരു ഇത്ര ഏക്കറിൽ എത്ര ചെടി ഇറക്കാൻ പറ്റും? അല്ലെങ്കിൽ അതിനുള്ള 1.5 ഏക്കറിൽ 2000 തൈയാണ് അവര് ഇറക്കി തരാന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്കത് ഐഡിയ ഇല്ലാഞ്ഞിട്ടാ തോന്നുന്നു, ആദ്യമായിട്ട് ചെയ്യാണ്. അത് കാരണം കൊണ്ട് അറിയാത്ത കാരണം കൊണ്ടാവണം. കേരളത്തിൽ കുറെ ഭാഗത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതായത് തമിഴ്നാട് നിന്നാണ് ഇതിന്റെ എല്ലാം കർഷക അല്ലെങ്കിൽ ചെടികളെല്ലാം വരുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നാണ് പൂക്കളെല്ലാം ഇറങ്ങുന്നത്. പക്ഷെ ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ചെയ്ത് കണ്ടിട്ടില്ലേ? ഒരുപാട് ഈ കൂട്ടായ്മകളുടെ അണ്ടറിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇത് ചെയ്ത് കണ്ടുവരുന്നുണ്ട്. ചേച്ചി, ഇതിപ്പോ ഓരോ തെയ്യും എത്ര രൂപയ്ക്ക് നമ്മൾ എടുത്തിട്ടുള്ളത്? നമ്മൾ കൃഷിഭവൻ 5 രൂപയാണ് ഒരു തൈയിന് അവര് പറഞ്ഞത്. 10,000 തൈ എടുത്തിട്ടുണ്ട്. 10,000 തൈ എടുത്തു? അല്ല, 2000 തൈ എടുത്തു. 10,000 രൂപ മൊത്തം വരും. അതെ. ഓക്കെ. ഈ 10,000 നമുക്ക് തിരിച്ചു തരുന്ന ഒരു സ്കീമില്ലേ? തിരിച്ചു തരും. ഈ തൈ ഇറക്കി കഴിഞ്ഞ ഒരാഴ്ചയുടെ ഉള്ളിൽ നമുക്ക് തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തരും ചെയ്തു. ചെലവ് വെള്ളത്തിന്റെ നനവിന്റെ ആവശ്യം വന്നിട്ടില്ല, മഴ ഉള്ളത് കാരണം. മഴക്കാലമായോണ്ട്. പിന്നത്തെ ചെലവ് പറയാനായിട്ട് ഇപ്പൊ വളമിടണം നമുക്ക് പൂക്കളാകുമ്പോ. അതെ. അത് എത്ര സമയത്തിന്റെ ഇടയിൽ നമ്മൾ വളമിടുന്നതൊക്കെ? നമ്മള് നട്ടൊരു മാസം ആകുമ്പോ വളമിട്ട് കൊടുക്കും. ചെറിയ തൈന്ന് ഓരോ മാസം കൂടുമ്പോ വളമിട്ടുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര കാലം എടുക്കും ഇത് മൊത്തം വളർന്ന് ഒരു വലിയ ചെടിയെ നമുക്ക് വിൽപ്പനയ്ക്ക് എത്താൻ? 3 മാസം വരും. 3 മാസം. 90 ദിവസമാണ് അവർ പറഞ്ഞത്. 90 ദിവസം. അതായത് ചെടി നട്ട് അതിനൊരു പൂ പറിക്കാനായിട്ട് 90 ദിവസം വേണ്ടു. 3 മാസത്തിലാവും. അപ്പൊ ഇപ്പൊ ഓണത്തിനാണ് നമ്മളിത് കൂടുതൽ എയിം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്നാ നിങ്ങൾ നട്ടത്? ഞങ്ങള് ജൂണില് തുടങ്ങി. ജൂൺ 15-ാം തീയതി ഒക്കെ ആകുമ്പോ തുടങ്ങി. ജൂലൈ. അതിപ്പോ ഈ തൊഴിലുറപ്പിലാണ് ഞങ്ങൾ ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കുറച്ച് താമസം വന്നു. ജൂലൈയിലൊക്കെയാണ് അവസാനിപ്പിച്ചത്, നാട കഴിഞ്ഞത്. ഓണത്തിന് വേണ്ടിട്ട് ഇത് പറിക്കാൻ തുടങ്ങിയില്ലേ? അതെ, പറിക്കാൻ തുടങ്ങി. ചേച്ചി, ഇപ്പൊ നമ്മൾ പറിച്ചു കഴിഞ്ഞു, ഓണം പ്രമാണിച്ച് നമ്മൾ പറിച്ചു കഴിഞ്ഞു. പക്ഷെ ഇത് എല്ലാവർക്കും ഉള്ള പ്രശ്നം, നമ്മൾ എങ്ങനെ വിൽക്കാൻ പറ്റും? നമ്മൾ കടകളിലാണോ? അത് എങ്ങനെയാണ് നമ്മുടെ വിൽപ്പന സാധ്യതകൾ വരുന്നത്? വിൽപ്പന സാധ്യതകൾ ഞങ്ങളിത് ചെയ്യുമ്പോ തന്നെ അവര് പറഞ്ഞു കൃഷിഭവനിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കുടുംബശ്രീ ഓഫീസുകളിൽ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളത് കടകളിലൊക്കെ കൊടുക്കുന്നുണ്ട്. നേരിട്ട് വാങ്ങുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഓണച്ചന്തകൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ കണ്ടുവന്നിട്ടുണ്ട്. ഓണച്ചന്തകളിൽ വെക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ട്? വെക്കും. അത് കൃഷിഭവൻ വെക്കോ? നമ്മൾ തന്നെ കൃഷിഭവനും വെക്കും, കുടുംബശ്രീ ഓഫീസിൽ നിന്നും വെക്കും. ചേച്ചി, ഇപ്പൊ ഓണച്ചന്തകളോ അല്ലെങ്കിൽ നമ്മൾ അവർ എടുക്കാന്ന് പറഞ്ഞത് എത്ര രൂപയ്ക്ക് എടുക്കാന്ന് എങ്ങനെ? അത് നമ്മളെ ഞങ്ങളിത് ഈ ചന്ത തുടങ്ങുന്നതിന്റെ മുമ്പ് കൊടുത്തിരുന്നത് 85 രൂപ 80 രൂപ ഒക്കെ ആയിട്ട് കടകളിൽ എടുത്തിരുന്നു. കിലോന്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കിറ്റുകളിലാക്കിയിട്ട് കൊടുക്കാണ്. കടകളിലും പിന്നെ റോഡ് സൈഡിലും വെക്കുന്നുണ്ട്. അത് കിറ്റിന് 50 രൂപ വെച്ചിട്ട്. ഒരു കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 221 പൂവ് അങ്ങനെയൊക്കെ ഇടും ഞങ്ങള്. ഇപ്പൊ വേറൊരു ഡൗട്ട്, ഇപ്പൊ നല്ല റേറ്റ് കിട്ടുന്നുണ്ട്, പക്ഷെ ഓണം കഴിഞ്ഞാലും ചെടികളിൽ പൂക്കൾ ഉണ്ടാവും. അപ്പൊ അതെങ്ങനെ വിൽക്കാൻ പറ്റാം? അത് ഞങ്ങൾ കടകളിൽ കൊടുക്കാറുണ്ട്. കടകളിൽ ഞങ്ങൾ മുന്നേ കൊടുത്തായിരുന്നു. അപ്പൊ കടക്കാരെടുക്കും. പക്ഷെ എന്താ വെച്ചാൽ ഈ റേറ്റ് കിട്ടണം അപ്പൊ ഉറപ്പില്ല. കാരണം ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ച് പൈസ കുറഞ്ഞു വരും. ചേച്ചി, ഇപ്പൊ നമ്മുടെ ഓറഞ്ച് ചെണ്ടുമല്ലി ഉണ്ട്, നമ്മുടെ വലിയ മഞ്ഞ ചെണ്ടുമല്ലി ഉണ്ട്. ഇതിപ്പോ എന്തുകൊണ്ട് നിങ്ങൾ ചെണ്ടുമല്ലി തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം? എന്തെങ്കിലും പ്രത്യേക കാരണം ഉണ്ടോ? ചെണ്ടുമല്ലി ഞങ്ങൾ അവിടെ ഒരു പറമ്പിൽ ഞങ്ങൾ പച്ചക്കറി ചെയ്തായിരുന്നു.
അപ്പൊ ആ പറമ്പിൽ ഞങ്ങൾ വരമ്പത്ത് കൂടെ കുറച്ച് ചെണ്ടുമല്ലി വെച്ചപ്പോ ഞങ്ങൾക്ക് അതിൽ ലാഭമായിട്ട് തോന്നി. അപ്പൊ കൃഷിഭവൻ എന്ന് പറഞ്ഞു നോക്കുമ്പോ നമുക്കൊരു ലാഭ കൃഷിയാന്നുള്ളത് തോന്നിയപ്പോ ചെയ്യാന്ന് തീരുമാനിച്ചതാണ്. അപ്പൊ അവര് തൈ ഇറക്കി തരാന്ന് പറഞ്ഞു. ഇതിലിപ്പോ വേറെ ചെടികൾ എന്താ, നമുക്ക് വാടർമല്ലി നമ്മൾ കണ്ടിട്ടുണ്ട്, അതൊന്നും കിട്ടാത്തതാണോ അതോ അതെന്തുകൊണ്ടാണ് അത് ഇറക്കുന്നത്? വാടർമല്ലി ഞങ്ങൾ അന്വേഷിച്ചു, 3 തരം വാടർമല്ലി ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ അവര് 1000 തയ്യെങ്കിലും എടുക്കണം എന്ന് പറഞ്ഞു. 1000 തയ്യായിട്ട് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ നമുക്ക് തൊഴിലുറപ്പിൽ ചെയ്യുമ്പോ ഓണം കഴിയും. അതുകൊണ്ട് ഞങ്ങൾ എടുക്കാതിരുന്നതാണ്. അടുത്ത കൊല്ലം നിങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ട്. അതല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ വാടർമല്ലി എടുക്കാൻ പറ്റും? വേറെ എന്താ, വെള്ള ചെണ്ടുമല്ലി കുറെ ഭാഗത്ത് ചെയ്യുന്നുണ്ട് കുറെ പേര്, അതൊക്കെ നമുക്ക് അന്വേഷിക്കാവുന്നുള്ളൂ അല്ലേ? അതെ, അന്വേഷിക്കാവുന്നുള്ളൂ. രണ്ട് ചേച്ചി, ഇപ്പൊ ഒരു പുതിയൊരാള് നമുക്കിപ്പോ ഒരു ചെറിയൊരു ഏക്കർ, നമ്മളെ ചെറിയൊരു സ്ഥലമുണ്ട്, അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർ ചെയ്യുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കേണ്ടതായിട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോ, അതായത് മണ്ണ് ഉഴുന്ന് വയ്ക്കാൻ മറ്റേ തൊഴിലുറപ്പുകാരെ കിട്ടില്ല. കാരണം തരിശുഭൂമിയിലാണ് കിട്ടുള്ളൂ. തരിശുഭൂമിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിലും 1 ഏക്കറയിലും മേലുണ്ടെങ്കിൽ മാത്രമേ തരിശുഭൂമിയിൽ ചെയ്തു തരുള്ളൂ. കുറച്ച് സ്ഥലത്തിനായിട്ടൊന്നും സ്വയം ചെറുതായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഉഴുതുമറിക്കലും വളത്തിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം നമ്മൾ ചെയ്യും. സബ്സിഡി ഒന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല. ഇപ്പൊ ചേച്ചി, ഒരാളിപ്പോ ചെറിയ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്കത് ലാഭത്തിലാക്കാൻ പറ്റുമോ, അതോ വലിയ ഏക്കർ കണക്കിന് മാത്രമേ നമുക്ക് ലാഭത്തിലാവുള്ളൂ? അല്ലല്ല, സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അതിന് വരുന്ന ചെലവുകളും അത്ര വലിയ ചെലവെന്ന് പറയാനില്ല. ചെറിയൊരു വളത്തിന്റെയും പിന്നെ കുറച്ച് വെള്ളത്തിന്റെ അവൈലബിലിറ്റി ഉണ്ടായാൽ മതി. പിന്നെ ഈ മരുന്ന് സ്പ്രേ ചെയ്യുന്ന ചെലവുകൾ മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് ചെറിയ തോതിൽ ഉണ്ടാക്കിയാൽ ലാഭത്തിലാക്കാൻ പറ്റും. ഇനിയിപ്പോ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് എത്രത്തോളം പൂ ഒരു സമയത്ത് കൊയ്യാൻ പറ്റും? ഒരു സമയത്ത് നമുക്ക് ഇതിലൊരു 10-20 പൂവൊക്കെ കൊയ്യാൻ 20 പൂ എന്ന് പറയുമ്പോൾ ഒരു 1/2 കിലോന്റെ അടുത്ത് നമുക്ക് ഒരു സമയത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ വളത്തിന്റെ പ്രയോഗങ്ങൾ എങ്ങനെ? നമ്മൾ വളം നിലത്തിടുന്നാണോ, മരുന്ന് അടിക്കുന്ന രീതിയിലാണോ? നമ്മളിത് നട്ട് കഴിഞ്ഞ 1 മാസം കഴിഞ്ഞാൽ നമ്മളിതിന് പുല്ലൊക്കെ പറിച്ചിട്ട് വളമിട്ടിട്ട് മണ്ണിട്ട് കൊടുക്കും. താഴത്ത് മണ്ണിട്ട് കൊടുക്കും. ശരി. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിത് ഇങ്ങനെ മുട്ടുകൾ വരുന്ന സമയത്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇതിന്റെ വളങ്ങൾ കിട്ടുന്നത് എവിടുന്നാ? ഇത് നമ്മൾ വളങ്ങള് എല്ലാം കിട്ടും. ഇപ്പൊ ഇതിൽ തന്നെ ചേച്ചി ചെടിയുടെ സബ്സിഡി നമുക്ക് കിട്ടുന്നുണ്ട്. ചെടി ഇപ്പൊ 10,000 രൂപ, ഇത് 2000 ചെടിക്ക്, അത് നമുക്ക് അവര് തിരിച്ചു തരുന്നുണ്ട്. അതല്ലാത്ത രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ വരുന്നുണ്ടോ സബ്സിഡി ആയിട്ട്? ഇല്ല. ഇപ്പൊ വളത്തിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലായിട്ട്? ഇല്ല, വളത്തിനൊന്നും സബ്സിഡി ഇല്ല. വളത്തിന് സബ്സിഡി കിട്ടില്ല. അപ്പൊ പിന്നെ എന്തിനാ സബ്സിഡി കിട്ടുക? നമുക്ക് കൃഷി, നമുക്ക് തൊഴിലുറപ്പിൽ ഇത് ചെയ്തു തരും, കിട്ടും. പ്ലസ് പച്ചക്കറി കൃഷിക്ക് സബ്സിഡി കിട്ടും. പൂക്കൃഷിക്ക് സബ്സിഡി കിട്ടില്ല. പച്ചക്കറിയാണ് നടന്നെങ്കിൽ അതിന് സബ്സിഡി കിട്ടും. ചേച്ചി, പൂക്കൃഷി എല്ലാം കഴിഞ്ഞു, പക്ഷെ ഒരു ചെറിയൊരു ഭാഗത്ത് നമ്മൾ പച്ചക്കറിയും വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഇതിലിപ്പോ എന്തൊക്കെ പച്ചക്കറി നിങ്ങൾ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾ ഇതില് പയറ്, വെണ്ട. ഇപ്പൊ ഈ നിൽക്കുന്നതെല്ലാം പയറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വെണ്ട വെച്ചിട്ടുണ്ട്, ഉണ്ട്, പിന്നെ തക്കാളി, ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ കുറച്ച് കൊമ്പ് കുത്തിയിട്ടുണ്ട്, കപ്പ വെച്ചിട്ട്. ഇപ്പൊ പയറെല്ലാം ആയി തുടങ്ങുന്നുണ്ട്, നമ്മൾ കണ്ടു. അത് പയറെല്ലാം ആയി തുടങ്ങുന്നുണ്ട്. ബാക്കി കൃഷികളൊക്കെ എപ്പോഴാ വിളവെടുക്കാനുള്ള സമയമാ? ബാക്കി കൃഷി പയറല്ല, പയറോ അല്ലെങ്കിൽ പയറും വെണ്ടയൊക്കെ ഞങ്ങൾ വിളവെടുക്കൽ തുടങ്ങി. എടുത്തു തുടങ്ങിയിട്ടുണ്ട്.